ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. പിണറായി സർക്കാരിൻ്റെ നവകേരള യാത്ര ചരിത്ര വിജയമാണ് നേടിയത്. സർക്കാരിനെ പോലും അമ്പരപ്പിച്ച ജനപങ്കാളിത്തമാണ് യാത്രയ്ക്കുണ്ടായത്. മോദി സർക്കാർ കേരളത്തിന് നൽകേണ്ട സാമ്പത്തിക വിഹിതം പിടിച്ചുവെക്കുകയും വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്നതാണ് പ്രധാനമായും ജനങ്ങളോട് വിശദീകരിച്ചത്. കേരളത്തിൻ്റെ വികസനത്തെയും ക്ഷേമത്തെയും സ്തംഭിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നതും വിശദീകരിച്ചു. ഗവർണറും പ്രതിപക്ഷവും ചർച്ചാ വിഷയമായി. പ്രതിപക്ഷത്തിന് ഏതൊക്കെ തരത്തിലാണ് നവകേരള സദസ്സ് തിരിച്ചടിയായത് എന്നതും പ്രധാനമാണ്. ബഹിഷ്കരണ നീക്കം ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല. സർക്കാരിനെ കൃത്യമായി ഖണ്ഡിക്കാനോ ബദൽ അവതരിപ്പിക്കാനോ കഴിയാതെ പോയി. കുറ്റവിചാരണ സദസ്സും പരാജയമായി. നവകേരള സദസ്സിൻ്റെ ചരിത്ര യാത്രയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എം നൌഷാദ് MLA CPIM, ജിൻഷാദ് ജിനാസ് കോൺഗ്രസ്, ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ഇവിടെ ഞാൻ MLA ശ്രീ നൌഷാദിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ കണക്ഷൻ റെഡിയായി വരുന്നു. ശ്രീ ജിൻഷാദും അതുപോലെ ശ്രീ ജേക്കബ് ജോർജും നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ജിൻഷാദിലേക്ക് ആദ്യം. ജിൻഷാദ്, പലതരത്തിൽ ഇപ്പോൾ ഒരു 36 ദിവസത്തെ യാത്രയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിനെ ആ നിലയ്ക്ക് തന്നെ എതിർത്താണ് കേരളത്തിലെ മുഖ്യപ്രതിപക്ഷമായിട്ടുള്ള UDF നിന്നിട്ടുള്ളത്. അതിൽ തന്നെ വിശേഷിച്ച് കോൺഗ്രസും ലീഗും കോൺഗ്രസും വ്യത്യസ്ത നിലപാടുകൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു എന്നത് പല നിലയ്ക്കും പ്രകടമായിരുന്നു. ബഹിഷ്കരണം എന്നാൽ UDFൻ്റേതായിരുന്നു. പക്ഷേ ആ ബഹിഷ്കരണം ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല എന്ന നിരവധി അനുഭവങ്ങളുണ്ടായല്ലോ. മിക്കവാറും ജില്ലകളിൽ എടുത്തു പറയാവുന്ന നിലയിൽ ജില്ലയിൽ സ്വാധീനമുള്ള കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ ജില്ലാ നേതാക്കന്മാരോ ഒക്കെ പങ്കെടുത്ത സാഹചര്യമുണ്ട്. ഞാൻ അതിൻ്റെ പേരുകളിലേക്ക് ഇപ്പോൾ പത്തനംതിട്ട ഉദാഹരണത്തിനെടുത്താൽ മുൻ DCC പ്രസിഡന്റ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് വെച്ചാൽ മൂന്ന് മുൻ DCC പ്രസിഡന്റുമാരാണ് പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിയുടെ യാത്രയെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നതാകെ എന്ന നിലയിൽ ഒരു വിലയിരുത്തൽ അവിടെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രഭാത യോഗം നോക്കാം. സമൂഹത്തിന് നാനാതുറകളിൽപ്പെട്ടവർ, മത, സാമുദായിക, പൊതുപ്രവർത്തക, പൊതുമണ്ഡലങ്ങളിൽ നിന്നെല്ലാം ആളുകളുടെ വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഒരു ബഹിഷ്കരണം നിൽക്കുമ്പോഴാണ് ആ നിലയിൽ ഇവരെല്ലാം മുഖ്യമന്ത്രിക്കൊപ്പം ഒരു പ്രഭാത യോഗത്തിലേക്ക് എത്തിയതും 1.5 മണിക്കൂറോളം കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതും മുഖ്യമന്ത്രിയുടെ മറുപടിയും ഒക്കെ സംഭവിച്ചത്. അപ്പോൾ ഫലത്തിൽ ഇതിനെ ബഹിഷ്കരിക്കാൻ അടക്കമെടുത്ത തീരുമാനം ഗുണം ചെയ്യാത്ത വിധം അതിനൊരു പൊതു സ്വീകാര്യത വന്നല്ലോ. ശ്രീ ശരത്തെ, എന്തായാലും ഞങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ്. മറ്റൊന്നുകൊണ്ടല്ല, കേരളത്തിലെ 2 വിഭാഗം ആളുകൾ വലിയ സന്തോഷത്തിലാണ് ഈ ജനസദസ്സ് ഇന്ന് അവസാനിക്കുമ്പോൾ. കാരണം ഒന്ന്, അതിൽ കേരളത്തിലെ ഹോട്ടൽ വ്യവസായികൾ, ബേക്കറി നടത്തുന്നവർ, ചായക്കട നടത്തുന്നവർ, പിന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിലൂടെ നടന്ന് കഷ്ടപ്പെട്ട് ഭാരത് ജോഡോ യാത്രയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ബേക്കറി നടത്തുന്നവർക്കും ഹോട്ടൽ നടത്തുന്നവർക്കും താങ്കൾ ബേക്കറി എന്ന് ഹോട്ടൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കല്ലേ? അസഹിഷ്ണുതയാണോ? ഈ ഹോട്ടലുകാർക്കൊക്കെ ഇനി ഗ്യാസ് സിലിണ്ടർ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാം. ബേക്കറിക്കാർക്ക് ചായ തിളപ്പിക്കാനായിട്ട് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാം. പാവപ്പെട്ട സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കറുത്ത വസ്ത്രം ഉപയോഗിക്കാം. അപ്പോൾ അവർക്ക് ഈ ജനസദസ്സ് അവസാനിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പിന്നൊരു വിഭാഗമുണ്ട് വലിയ വിഷമമുള്ളവർ. അത് ഈ കേരളത്തിലെ ഈ ജനസദസ്സ് എന്ന ദൂരത്ത് ബസ്സിൽ പങ്കെടുത്ത 21 മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടുന്നവരാണ്. അവർക്ക് വല്ലാത്ത വിഷമമുണ്ട്. മറ്റൊന്നുകൊണ്ടല്ല, അവർക്ക് ഇപ്പോൾ ഒരു ടൂറ് അവസാനിച്ച് നമ്മളൊക്കെ പിരിയുമ്പോൾ സ്വാഭാവികമായും ഈ ടൂറ് പോയ ഗ്യാങ്ങിൽ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും. പിന്നെ ഈ മന്ത്രിമാർക്കാണെങ്കിൽ വല്ലാത്ത വിഷമമായിരിക്കും. കാരണം കഴിഞ്ഞ ഒരു 1.5 മാസമായി നല്ല മട്ടൻ ബിരിയാണിയും കുഴിമന്തിയും അതുപോലെ കരിമീൻ മപ്പാസും അതുപോലെയുള്ള 5 സ്റ്റാർ ഫുഡുകളൊക്കെ മിസ്സായി പോകും. അവർക്ക് ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ പിന്നെ ആകത്തുക പരിശോധിച്ചാൽ ഇങ്ങനെയൊക്കെയാണോ? സത്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കാര്യങ്ങളെ നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടുകയുള്ളൂ. നിങ്ങൾ പട്ടിണിയിലായി പോവും. പറഞ്ഞോളൂ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. മന്ത്രിമാർക്ക് ഭക്ഷണത്തിന് മുട്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു യാത്രയെ വിലയിരുത്താൻ തുടങ്ങിയുണ്ടല്ലോ. ആയിക്കോട്ടെ, നല്ല രസമുണ്ട്, പറഞ്ഞോളൂ.
അല്ല ഞാൻ പറഞ്ഞത് ഈ മന്ത്രിമാർ ഭക്ഷണം കഴിക്കുന്നതിനൊന്നും ഞങ്ങൾ ആരും എതിരല്ല. പക്ഷെ കേരളത്തിൽ ക്രിസ്മസ് ആയിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവന് സപ്ലൈകോയിൽ സാധനങ്ങൾ വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാൻ വിധിയില്ലാതെ ഈ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോ മുഴുവൻ കാലിയാണ്, റേഷൻ കടകൾ മുഴുവൻ കാലിയാണ്, പലചരക്ക് സാധനങ്ങൾ കിട്ടുന്നില്ല. ഓണമില്ലെന്നായിരുന്നു അന്ന് പറഞ്ഞത്. സിവിൽ സപ്ലൈസിനെ ചൂണ്ടിക്കാട്ടി ഓണമില്ല, എല്ലാം കുഴപ്പത്തിലാണെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാറ്റ് പോയി. ഇപ്പോൾ ക്രിസ്മസ് ആയപ്പോൾ പറയുന്നു. ഇത് ഈ യാത്ര നടക്കുന്ന സമയത്ത് ഇതേ വിഷയത്തെക്കുറിച്ച് നിരന്തരം മാധ്യമങ്ങളോട് മന്ത്രി GR അനിൽ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂർ നടക്കാം ഒരു വാർത്ത വന്നു, അവിടെ സാധനങ്ങൾ. അപ്പോൾ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ അറിവിന് വേണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് വിയോജിക്കാം, പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് സാധനങ്ങൾ ലോഡ് ചെയ്തു, എല്ലാം എത്തിച്ചു, അത് അതിലേക്ക് ആളുകൾക്ക് കച്ചവടത്തിലേക്ക് എത്തിക്കുന്നതിന് എടുക്കുന്ന ഒരു സമയക്രമത്തിൻ്റെ മാത്രം. ഇത് പറഞ്ഞത് 21-ാം തീയതിയാണ്, 21-നോ 20-നോ ആണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ ക്രിസ്മസ് ചന്തകൾ, അത് കൺസ്യൂമർ ഫെഡിൻ്റെ ആകാം, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആകാം, നല്ല നിലയ്ക്ക് നടക്കുന്നുണ്ട്. താങ്കൾക്ക് വിയോജിച്ചുകൊണ്ട് തന്നെ തുടരാം. അല്ല, ഞാൻ എൻ്റെ വിയോജിപ്പൊന്ന് മാറ്റി വെച്ചേക്കൂ ശരത്തെ. സപ്ലൈകോടെ MD-യുടെ വിയോജിപ്പിനെ കുറിച്ച് താങ്കൾക്ക് വല്ലതും പറയാനുണ്ടോ? ഇവിടെ ക്രിസ്മസ് ആയിട്ട് പലചരക്ക് കച്ചവടം നടത്താൻ വസ്തുക്കൾ ഇല്ലാത്തത് കൊണ്ട് ബെവറേജ് കോർപ്പറേഷനോട് മദ്യമെങ്കിലും ഞങ്ങൾക്ക് തരൂ, ഞങ്ങളത് വിറ്റ് കച്ചവടം നടത്തട്ടെ, സപ്ലൈകോ നിലനിർത്തട്ടെ എന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ, കോൺഗ്രസ് അല്ലല്ലോ, KPCC അല്ലല്ലോ, UDF അല്ലല്ലോ, നിങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാ. പിന്നെ ഈ ജാഥ അവസാനിക്കുമ്പോൾ ഇതിൻ്റെ ആകെത്തുക എന്താണ്? ഇതിൻ്റെ ആകെത്തുക, ഈ ജാഥയിൽ ലക്ഷക്കണക്കിന് പരാതികൾ ലഭിച്ചു. ലക്ഷക്കണക്കിന് പരാതികൾ ലഭിക്കുമ്പോൾ ഈ പരാതിക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ? എന്തെങ്കിലും ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് ഉണ്ടോ? ജനങ്ങൾക്ക് കൃത്യമായി ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, അല്ലെങ്കിൽ കേരളത്തിന് ഗുണപരമായിട്ട് എന്തെങ്കിലും വികസന കാഴ്ചപ്പാടുണ്ടോ? ഒന്നുമില്ല. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 7 വർഷമായി LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ നിങ്ങളുടെ സർക്കാർ, ഉറപ്പാണ് വിദ്യാഭ്യാസം, ഉറപ്പാണ് വികസനം, ഉറപ്പാണ് പെൻഷൻ, ഉറപ്പാണ് ആരോഗ്യം, ഉറപ്പാണ് വികസനം എന്നൊക്കെ പ്രഖ്യാപിച്ച നിങ്ങളുടെ സർക്കാർ, ഈ സർക്കാർ 7.5 വർഷം പൂർത്തീകരിക്കുമ്പോൾ 5 ലക്ഷത്തിന് മുകളിൽ പരാതികൾ ലഭിക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ കേരളത്തിൽ പരാജയമാണെന്ന് ഈ നിങ്ങളുടെ ജാഥയിലൂടെ നിങ്ങൾ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പിന്നെ നിങ്ങൾ ജനസമ്പർക്കവുമായി പറയുമ്പോൾ നിങ്ങൾ ഈ മന്ത്രിസഭയും ഈ മുഖ്യമന്ത്രിയും ഏത് ജനങ്ങളുമായിട്ടാണ് സമ്പർക്കത്തിൽ ഏർപ്പെട്ടത്? ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവന്നിരുത്തും. ഏതാളുകളാ? കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് പ്രവർത്തകർ, അതുപോലെ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇവിടുത്തെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും പൂട്ടിയിട്ടിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെയും അവർ പേടിപ്പിച്ച് ആളുകളെ കൊണ്ടുവന്നിരുത്തിയിട്ട് നിങ്ങൾ അവിടെ എന്തൊക്കെയോ തള്ളുകൾ നിങ്ങൾ UDF-നെ ചീത്ത പറയും, KPCC-യെ തെറി പറയും, പ്രതിപക്ഷ നേതാവിനെ കളിയാക്കും. ഇത് കേട്ട് കുറെ ആളുകൾ കൈയടിക്കും. ഇത് കേട്ട് നിങ്ങളുടെ ഈ വെഡിത്തരവും മണ്ടത്തരവും കേട്ട് കുറെ ആളുകൾ പഞ്ചപുച്ഛം അടക്കിയിരിക്കും. ഇതല്ലേ നിങ്ങളുടെ ജാഥ? പിന്നെ ജിൻഷാദിലേക്ക് വരാം. ശ്രീ നൌഷാദ് MLA, ഇങ്ങനെയാണ് പ്രതിപക്ഷം ഈ യാത്രയെ മനസ്സിലാക്കിയതെന്ന് വേണം ജിൻഷാദിന്റെ ജിൻഷാദ്, ഞാൻ വരാം, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കില്ലല്ലോ. ഒരു മിനിറ്റ് സാറേ, അല്ലല്ല, ഒരു മിനിറ്റ് ഇതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കഴക്കൂട്ടത്ത് CIT-യുടെ പ്രവർത്തക, വനിതാ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വനിതാ പ്രവർത്തക രജനി എന്നാണ് പേര്. ആ സ്ത്രീക്ക് അസുഖം കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതിന്റെ പേരിൽ ഇനി ഓട്ടോറിക്ഷ ഓടിക്കണ്ട, ഇനി ആ സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കരുത്, അവിടെ വണ്ടി ഇടരുത് പറഞ്ഞതാരാ? നിങ്ങളുടെ കഴക്കൂട്ടത്തെ CIT-യുടെ ഏരിയ കമ്മിറ്റി ഭാരവാഹികളാ. മനസ്സിലായോ? CIT പ്രവർത്തകർക്ക് ലഭിക്കുന്ന ഈ ജാഥ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ജനലക്ഷങ്ങൾ പങ്കെടുത്ത കാര്യമൊക്കെ പറഞ്ഞ ആളുകളെ കളിയാക്കല്ലേ. ശ്രീ നൌഷാദ്, താങ്കൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘാടകനായിരുന്നു. ഇരവിപുരം മണ്ഡലത്തിലും അതുപോലെ തന്നെ കൊല്ലം പട്ടണത്തിലെ പ്രഭാതയോഗം അടക്കമുള്ള കാര്യങ്ങളുടെ സംഘാടകനായി, മുഖ്യ സംഘാടകനായി അവിടെ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടതാണ്. ഇവിടെ പ്രതിപക്ഷം, ഇപ്പോൾ ജിൻഷാദ് UDF എന്ന പ്രതിപക്ഷ മുന്നണിയുടെ, അതിലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ചർച്ചയിൽ വരുന്നയാളാണ്. അദ്ദേഹം ഈ യാത്രയുമായി ബന്ധപ്പെട്ട, ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഈ യാത്രയിൽ യഥാർത്ഥത്തിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു ഉള്ളടക്കമുണ്ട്. ആ ഉള്ളടക്കമാണ് നിങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതിനോടക്കം വിയോജിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ബദൽ നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ഒരു ബഹിഷ്കരണം വന്നു, പിന്നീട് കരിങ്കൊടി വന്നു. കരിങ്കൊടി ആക്രമണ സ്വഭാവമുള്ള സമരങ്ങളിലേക്ക് മാറുന്നത് കണ്ടു. അത് വലിയ കോലാഹലങ്ങൾ, വലിയ വിവാദങ്ങൾ, വലിയ ചർച്ചകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നതിനൊക്കെ ഇടവരുത്തി. ഇവിടെ ജിൻഷാദ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഈ യാത്രയെ മനസ്സിലാക്കി സമീപിച്ച് ആ യാത്രയോട് വിയോജിക്കുന്നത്
താങ്കൾ കേട്ടല്ലോ, അതെങ്ങനെയുണ്ട്? അല്ല ശരത്തെ, എനിക്ക് ഇത് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയുന്നത്? ഒന്ന്, ഈ കുരുടൻ ആനയെ കണ്ടതുപോലെ എന്നുള്ളൊരു പഴയ പ്രയോഗം ഉണ്ടല്ലോ, തികച്ചും അർത്ഥവത്താണ് എന്നിപ്പോ എനിക്ക് മനസ്സിലായി. ജിംഷാദ് ഈ നവകേരള ജനസദസ്സിനെ കണ്ടത് അങ്ങനാണ്. കാരണം അതിന്റെ ഭാഗമായില്ലല്ലോ. ഭാഗമാകാനുള്ള അവസരം അവർ തന്നെ ഇല്ലാതാക്കി. അതിന്റെ ഭാഗമായിരുന്നു എന്താണ് ഈ നവകേരള സദസ്സെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുറത്തു നിന്നിട്ട് കുരുടൻ ആനയെ കണ്ടതുപോലുള്ള വർത്തമാനങ്ങൾ വന്നിരുന്നു പറയുക. എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ വളരെ കൃത്യമായി ഒന്ന് പറഞ്ഞിട്ട്, പരാതികൾ, ലക്ഷക്കണക്കിന് പരാതികൾ ലഭിച്ചു. എന്താ അത് കാണിക്കുന്നത്? ഈ ഗവൺമെന്റിലും ഈ മുഖ്യമന്ത്രിയിലും ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയാണ് വെളുപ്പാങ്കാലത്തെ തന്നെ അവിടെ എത്തി നവകേരള സദസ്സ് നടക്കുന്നിടത്ത് ആ പരാതി നൽകാൻ അവർ തയ്യാറായത്. അതിലുള്ള ആ പരാതി കൊടുത്താൽ അതിൽ തീർപ്പുണ്ടാകും, അല്ലെങ്കിൽ പരിഹാരമുണ്ടാകും, അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത് കൊണ്ടാണ് ജിംഷാദെ ജനങ്ങൾ അവിടെ ഒഴുകിയെത്തിയതും പരാതി നൽകിയത്. പിന്നെ ലഭിക്കുന്ന പരാതികൾ, നിങ്ങളുടെ ഈ ജനസമ്പർക്ക പരിപാടിയിൽ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ എഴുതിത്തള്ളിയ മുഖ്യമന്ത്രിയെ, അങ്ങനെ ഒരു നിയമമേ ഇല്ല, അതിനുള്ളൊരു അധികാരവും മുഖ്യമന്ത്രിക്ക് ഇല്ല. അദ്ദേഹം എഴുതിത്തള്ളി കൊടുത്തു. ബാങ്കിൽ കൊണ്ടു ചെന്നപ്പം അവര് വേറെ പണി നോക്കാൻ പറഞ്ഞു. മറന്നു പോകരുത്. പിന്നെ എന്താണ് നടന്നത്? ചികിത്സാ ധനസഹായം നൽകി കുറെ പേർക്ക്. അതല്ലാതെ ഈ ജനസമ്പർക്ക പരിപാടിയിൽ എന്താ നടന്നത്? ഇപ്പോ ചികിത്സാ ധനസഹായത്തിന് ഇതുപോലെ കയറി ഇറങ്ങി നടക്കേണ്ട തൊട്ടപ്പുറത്തുള്ള ഈ അക്ഷയ സെന്ററിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്ന സിസ്റ്റമായി. ഇപ്പൊ ഒരു ഉദാഹരണം, ജിംഷാദിന്റെ അറിവിലേക്ക് എന്റെ മണ്ഡലത്തിൽ ഇതുവരെ 9,27,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ മുഴുവൻ. അതുപോലെ പട്ടികജാതി വകുപ്പിൽ നിന്നും മന്ത്രിയിൽ നിന്നും 2,27,00,000 രൂപയും എന്റെ ഈ ഇരുവരും മണ്ഡലത്തിൽ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ചെറിയ കാര്യമാണോ? ജനങ്ങളുടെ കയ്യിൽ സമ്പത്തായിട്ട് എത്തിയതാണ്. അതുപോലെ ഈ സദസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾ, ഏത് സംവിധാനമായാലും അവിടേക്ക് ജനങ്ങൾ വന്നു എന്നുള്ളത് എന്തായാലും ജിംഷാദ് നിഷേധിച്ചില്ല. നിങ്ങൾ നിഷേധിച്ചില്ല. ഇതിനോടുള്ളൊരു സമീപനം നിങ്ങൾക്ക് വളരെ നേരത്തെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാം നിങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ തന്നെ നിങ്ങൾ മണ്ടത്തരമാണ് കാണിച്ചത്. ഇപ്പൊ 10,000-കണക്കിന് ജനങ്ങൾ എത്തുന്ന സ്ഥലത്ത് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉൾപ്പെടെ, നിങ്ങൾക്ക് 41 MLA മാരുണ്ടല്ലോ, 41 മണ്ഡലങ്ങളിൽ അവർ അധ്യക്ഷന്മാരാകുമായിരുന്നു. അവർക്ക് ജനങ്ങളോട് അവരുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാമായിരുന്നു. അതുപോലെ സർക്കാർ എന്തെങ്കിലും തടസ്സം നിൽക്കുന്നുവെങ്കിൽ അതും ജനങ്ങളോട് പറയുവാനുള്ള അവസരമാണ് നിങ്ങൾ ഇല്ലാതാക്കി. 2, അതിനെന്തിനാ ആദ്യ ദിനങ്ങളിൽ ഇവരിതിനെ ബഹിഷ്കരിച്ച് ഇത് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജനപങ്കാളിത്തം കണ്ടപ്പോൾ ഹാലിളകി. ഉടനെ 4-5 പേര്, നിങ്ങൾ ഈ ഒരു കരിങ്കൊടി പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോ ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ടതായിട്ടാണോ നടത്തേണ്ടത്? നേരത്തെ പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപിച്ചിട്ട് സ്ഥലം നിശ്ചയിച്ച് പ്രതിഷേധം അങ്ങനല്ലേ? ഇതുപോലുള്ള ഒരു പ്രോഗ്രാം നീണ്ടു നിൽക്കുന്ന 1.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമിൽ അങ്ങനാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ചിട്ടാണ്. ഞങ്ങളുടെ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ 5 സഖാക്കൾ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് കൂത്തുപറമ്പിൽ. പക്ഷെ നേരത്തെ പ്രഖ്യാപിച്ച സ്ഥലത്താണ് ഞങ്ങൾ ആ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇത് മുഖ്യമന്ത്രി പോകുമ്പോ വഴിയെ നിന്ന് കരിങ്കൊടി കാണിക്കുക, ആ 4-5 പേര് നിന്ന് കാണിക്കുക, എന്നിട്ട് അത് വലിയ വാർത്തയാക്കുക. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വണ്ടിക്ക് മുമ്പിലേക്ക് ചാടുക, അവരെ പിടിച്ചു മാറ്റുകയോ, സ്വാഭാവികമായിട്ടും പിടിച്ചു മാറ്റുന്ന സമയത്ത് നമ്മളൊരു ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇവർ വരുന്ന വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടുമ്പോ കണ്ടോണ്ട് നിൽക്കുന്നവർ പിടിച്ചു മാറ്റുമല്ലോ. സ്വാഭാവികമല്ലേ? അത് സ്വാഭാവികമാണ്.
അങ്ങനെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടുക. അതിനുശേഷം ഓരോ തരത്തിൽ ആ നവകേരള സദസ്സിനെ ഇകഴ്ത്താനുള്ള പരിശ്രമം നടത്തുന്നതനുസരിച്ച് അത് കൂടുതൽ ശക്തിപ്പെട്ട് കൂടുതൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകുന്ന, ജനങ്ങൾ ഓരോരുത്തരും ആ തരത്തിൽ എന്നാണ് നവകേരള സദസ്സ്. ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ 20-ാം തീയതി ആയിരുന്നു. അപ്പൊ ഓരോരുത്തരും 20-ാം തീയതി അല്ലേ മറ്റേ മുഖ്യമന്ത്രി വരുന്നത് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് സാധാരണക്കാരൻ വന്നിട്ട് എനിക്കൊരു പരാതി ഉണ്ട്, എന്നാണ് നൽകേണ്ടത്, അത് 20-ാം തീയതി അല്ലേ എന്ന തരത്തിലേക്ക് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സദസ്സാണിത്. ഇത് ആ സദസ്സ് സംഘടിപ്പിച്ചപ്പോ നിങ്ങൾ ഇവിടെ ഈ വർത്തമാനം എല്ലാം പറഞ്ഞല്ലോ. ഇതെല്ലാം പറഞ്ഞപ്പോഴും ഇത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് നമുക്ക് അർഹതപ്പെട്ടതുപോലും തരാതെ ബുദ്ധിമുട്ടിക്കുന്ന ആ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരെ കമാന്നൊരക്ഷരം വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒന്നുമില്ലെങ്കിലും പ്രതാപൻ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനെങ്കിലും തയ്യാറായി, സന്തോഷമുള്ള കാര്യം. ഞങ്ങൾ അതിനെ പരസ്യമായി മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഗവർണർ നടത്തുന്ന കോപ്രായങ്ങൾ എന്ന് തന്നെ പറയേണ്ടതായി വരും. ഒരു ഗവർണർ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് അവിടെ ഡോറ് തുറന്ന് ഇറങ്ങുക, കവലച്ചട്ടമ്പിമാരെ പോലെ പ്രതികരിക്കുക. ഇതിനോടൊന്നും നിങ്ങൾ ഗവർണർക്കെതിരെ പ്രതികരണമില്ല, കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രതികരണമില്ല. ഈ നവകേരള സദസ്സിലെ പങ്കാളിത്തം കണ്ട് ഹാലിളകിയിട്ട് കാര്യമൊന്നുമില്ല. അതിന് ബദലായി വിചാരണ സദസ്സ് സംഘടിപ്പിച്ചല്ലോ. എന്തായി നിങ്ങളുടെ വിചാരണ സദസ്സ് എന്നൊന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ശരി, നമുക്കത് അടുത്ത റൗണ്ടിലാവാം. അദ്ദേഹം കൂടി പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഞാൻ ശ്രീ നൗഷാദ് MLA പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ ചികിത്സാ സഹായത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കോടിക്കണക്കിന് കിട്ടിയ ചികിത്സാ സഹായത്തെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഈ നവകേരള യാത്ര മുന്നോട്ട് പോകുമ്പോൾ അവിടെ മന്ത്രിമാർ ആനുകൂല്യങ്ങളുടെ കൊടുത്തതിൻ്റെ താരതമ്യം, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാതെ പോകുന്നതിൻ്റെ കണക്കുകൾ, ഇതൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ ഈ ചികിത്സാ സഹായത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് 11-16 UDF സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തതിൻ്റെ 5 ഇരട്ടിയാണ് LDF സർക്കാർ, പിണറായി സർക്കാർ ചികിത്സാ സഹായം കൊടുത്തത് എന്ന കണക്കുകൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. ഞാനിപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് സാന്ദർഭികമായ ഒരു പ്രശ്നം അവതരിപ്പിച്ചിട്ടു എന്ന് മാത്രം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനസമ്പർക്ക പരിപാടിയിൽ അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ തീർത്തും വയ്യാത്ത ആളുകളൊക്കെ ആംബുലൻസ് പിടിച്ചും വണ്ടി പിടിച്ചും താങ്ങിയെടുത്തുമൊക്കെ കൊണ്ടുവന്ന് കണ്ട് ബോധ്യപ്പെട്ട് കൊടുക്കുന്ന ഒരു രീതി വിട്ടിട്ട് ഈ ചികിത്സാ സഹായങ്ങളെല്ലാം ഓൺലൈനിലൂടെ വീട്ടിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ അത് വാങ്ങിച്ചെടുത്ത് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കാതെ MLAമാർ വീടുകളിൽ കൊണ്ടുകൊടുത്ത് അത് ഫോട്ടോ എടുത്ത് വേറെ തരത്തിൽ ആഘോഷിക്കുന്ന രീതികൾ മാറുന്നു. ഓൺലൈനിലൂടെ നേരിട്ട് ചികിത്സാ സഹായം എത്തുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം നാട്ടിൽ സംഭവിച്ചു എന്ന കാര്യമാണ് ഞാനവിടെ സൂചിപ്പിച്ചത്. അത് മുഖവിലേക്കെടുക്കാം, തള്ളിക്കളയാം, എന്ത് വേണമെങ്കിലും ബന്ധപ്പെട്ടവർക്കൊക്കെ ചെയ്യാം. ഞാൻ ശ്രീ ജേക്കബ് ജോർജിനോട് ചോദിക്കാൻ വന്നത്, തീർച്ചയായും ഈ 36 ദിവസത്തെ യാത്ര എന്നുള്ളത് ഒരു പൂർണ്ണ വിജയമാണ്, ഒരു ശരിയായ വിജയമാണ്, അത് ശരിയായ നീക്കമായിരുന്നു എന്ന വിലയിരുത്തലോടെ സർക്കാരും ഇടതുമുന്നണിയും നിൽക്കുന്നു. ഇപ്പോൾ മുൻധാരണ പ്രകാരമുള്ള 2 മന്ത്രിമാർ രാജിവെച്ച് പുതിയ 2 മന്ത്രിമാർ വരാൻ പോകുന്ന സാഹചര്യം, ഇനി വരാൻ പോകുന്ന 2 ദിവസം കൂടിയുണ്ട്. ജേക്കബ് ജോർജ്, ജനുവരി 1-2 തീയതികളിൽ എറണാകുളത്തെ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് നവകേരള യാത്ര പോകുമ്പോൾ അതിന് അങ്ങനെയും ഒരു പുതുമയുണ്ട്. ആ മന്ത്രിസംഘത്തിൽ പുതിയ 2 ആളുകളായിരിക്കും ഉണ്ടാവുക, മുൻപുണ്ടായിരുന്ന 2 ആളുകൾ ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു സാഹചര്യം ഞാനൊന്ന് പരാമർശിച്ചു എന്ന് മാത്രം. അപ്പോൾ ഒരു വലിയ വിജയമാണ് എന്ന വിലയിരുത്തലിൽ സർക്കാർ പോകുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സമീപനം എന്നുള്ളത് ഏത് നിലയ്ക്ക് കൂടി വിലയിരുത്തി പോകണം? പ്രതിപക്ഷത്തിന് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് എങ്ങനെ വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ അവർ കുറേ കൂടി തയ്യാറാകേണ്ടതുണ്ടോ? അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച്, അത് ജനങ്ങളെ സ്വാധീനിക്കാൻ ഇടയുള്ള വിഷയമാണോ എന്നതിനെ സംബന്ധിച്ച്, അവരെടുത്ത നിലപാട് സമൂഹത്തിൽ തങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണോ എന്ന വിലയിരുത്തലിലേക്ക് പ്രതിപക്ഷവും കാര്യമായി പോകേണ്ടതാണോ? നേരത്തെ ഞാൻ ഈ വേദിയിൽ തന്നെ പലപ്പോഴും 2 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. അതായത് ഒരു രാഷ്ട്രീയ നേതാവ് ഭരണാധികാരിയാവുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം രാഷ്ട്രീയ നേതാവ് തന്നെയാണ്, ഭരണാധികാരികൾ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ്, രാഷ്ട്രീയമാണ് അടിസ്ഥാനം. രാഷ്ട്രീയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് രാജ്യം ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത്. അങ്ങനെയുള്ള ഭരണാധികാരികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ജനങ്ങളെ അഡ്രസ്സ് ചെയ്തും കൊണ്ട് ഒരു നടപടി സ്വീകരിക്കുമ്പോൾ, ഒരു പദ്ധതി അവതരിപ്പിക്കുമ്പോൾ, തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടാവും, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്കും രാഷ്ട്രീയമുണ്ടായിരുന്നു. ഒട്ടേറെ ജനങ്ങളെ ആകർഷിച്ചു,
മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. ഒരേ ഒരു നിൽപ്പ്, വെള്ളം പോലും കുടിക്കാതെ, അതൊക്കെ വാഴ്ത്തപ്പെട്ടു. സംശയമൊന്നുമില്ല. അത് അദ്ദേഹത്തിനുണ്ടാക്കിയ മൈലേജ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ടാക്കിയ നേട്ടം, അദ്ദേഹത്തിൻ്റെ മുന്നണിക്കുണ്ടാക്കിയ നേട്ടം ചില്ലറയൊന്നുമല്ല. അതുപോലെ ഈ ഗവൺമെൻറ് കാണിച്ച ഒരു വലിയ കൃത്യമാണ്, ഒരു വലിയ സംഭവമാണ് ഈ യാത്ര എന്ന് പറയുന്നത്. നവകേരള യാത്ര, അതിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ടായിരുന്നു. പല റെക്കോർഡുകളും അത് ഭേദിച്ചു, പുതിയ റെക്കോർഡിട്ടു, സംശയമൊന്നുമില്ല. അതിൻ്റേതായ പ്രഖ്യാപിത ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. അത് ഭരണകർത്താക്കളുടെ രാഷ്ട്രീയം. പ്രതിപക്ഷം അതിനെ എതിർത്തു, അതിനെ കല്ലെറിഞ്ഞ് തോൽപ്പിക്കാമെന്ന് വിചാരിച്ചു, ഷൂ എറിഞ്ഞ് തോൽപ്പിക്കാമെന്ന് വിചാരിച്ചു. അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം, അത് അവരുടെ ധർമ്മം. ഞാൻ ഇത് തമ്മിൽ എങ്ങനെ താരതമ്യം ചെയ്യും എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾക്ക് വിടുന്നതല്ലേ ശരത്തെ അതിൻ്റെ ഭംഗി. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലൂടെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് കുറേ ആകുമ്പോഴേക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, പിന്നീട് ചരിത്രപ്രസിദ്ധമായ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഒരു കാര്യമുണ്ട്, 5 വർഷമാണ് ഒരു ഭരണത്തിൻ്റെ കാലാവധി നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ. ഈ ഗവൺമെൻറ് തുടർച്ചയായിട്ട് ഭരണത്തുടർച്ച നേടി, എന്നിട്ട് 7.5 വർഷത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഈ 7.5 വർഷം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കണം എന്ന് ഗവൺമെൻറ്റിന് തോന്നി. ജനങ്ങളുടെ അഭിപ്രായം, ജനങ്ങൾ എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ ഓഡിറ്റ് ചെയ്യുന്നത് എന്നറിയാൻ ഗവൺമെൻറ്റിന് താല്പര്യം തോന്നി. അതിനുവേണ്ടി ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ് നവകേരള യാത്ര. അതിന് എന്തൊക്കെ പറഞ്ഞാലും ശരി, അതിന് അതിൻ്റേതായ നേട്ടം, രാഷ്ട്രീയ നേട്ടം അവിടെ നിൽക്കട്ടെ, ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഗവൺമെൻറ്റിനെ ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു എന്നതൊരു വലിയ കാര്യം തന്നെയാണ്. സാധാരണ നടക്കാത്ത കാര്യമാണ്. ഇത്രയും മന്ത്രിമാരെ ഈ കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും കടന്നു ചെന്ന് ജനങ്ങളുമായിട്ട് ജനങ്ങളെ ഞാൻ അതിൻ്റെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ചു ശരത്തെ, ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെ. അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയാണ് പ്രധാനമായിട്ടും സംസാരം നടത്തുന്നത്. അദ്ദേഹം കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ നേതാവാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ആ സംസാരത്തിലൊന്നും രാഷ്ട്രീയം പറഞ്ഞില്ല. അവസാന ഭാഗത്ത് മാത്രമാണ്, ജനങ്ങളോട് സംവദിക്കുമ്പോൾ അവസാന ഭാഗത്ത് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ അവഗണനയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ അവഗണന സാമ്പത്തികമായിട്ട് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇതിനെതിരെ നമുക്ക് പിടിച്ചു നിൽക്കണം, കേരളത്തിന് പിടിച്ചു നിൽക്കണം. അതിന് മാർഗങ്ങൾ എന്തൊക്കെ, അതിന് ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെ, പിന്നീട് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ, ഈ പ്രദേശത്തിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, ഇത്യാദി ചോദ്യങ്ങളിലേക്ക്, ഇത്യാദി വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു യാത്ര. ആ യാത്രയ്ക്ക് അതിൻ്റേതായ രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ രാഷ്ട്രീയത്തിന് കേരളത്തിൻ്റെ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ വലിയ പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യവും മറക്കരുത് സർ. ജിൻഷാദ്, ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഭരണപ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഭരണപക്ഷത്തെ രാഷ്ട്രീയമായി, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയമായും പ്രതിപക്ഷത്തിന് എതിർക്കാം. ആ ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ കാര്യമായി നിൽക്കുന്നുമുണ്ട്. പക്ഷേ ഇത് ഉള്ളപ്പോഴും പൊതുവായ ആവശ്യങ്ങൾക്ക്, കേരളം എന്നതിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുക എന്ന് പറയുന്നൊരു രാഷ്ട്രീയ മര്യാദ പൊതുവെ പാലിക്കേണ്ടതുമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ലോക കേരള സഭ, നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ളപ്പോഴും ബഹിഷ്കരണം അതിൻ്റെ മറുപടിയാണോ? കാരണം കേരളത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു പ്രവാസി സമൂഹം നിൽക്കുകയാണ്. ആ പ്രവാസി സമൂഹത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും വലിയ സ്വാധീനമുള്ള മേഖലകളൊക്കെയാണ്. അവരുടേതടക്കം പ്രതിനിധികൾ ഇവിടെ ഈ പ്രവാസി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അതിനെ ബഹിഷ്കരിക്കുക, അവിടെ വന്ന് യൂസഫലിയെ പോലെയുള്ള ആളുകൾ ആ ബഹിഷ്കരണ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ വാചകങ്ങളൊക്കെ ഇന്ന് പൊതുമണ്ഡലത്തിലുള്ളതാണ്. പല തരത്തിൽ ആ വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്, ഒരുപാട് തരത്തിൽ ചർച്ചയാവുന്നുണ്ട്. ഈ ഘട്ടത്തിലും അത് വന്നിരുന്നു. പക്ഷേ മൊത്തം ബഹിഷ്കരിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനുശേഷം കേരളീയം എന്ന് പറയുന്ന ഒരു പരിപാടി വരുന്നു. അത് കേരള പിറവി എന്ന് പറയുന്നത് അത് LDF-കാരൻ്റെ മാത്രമല്ലല്ലോ. അപ്പോൾ ആ കേരള പിറവി, അതിനെ കേരളീയം എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാൻഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാളെയും അത് ഏറ്റെടുക്കേണ്ടി വരുന്ന കേരളത്തിൻ്റെ ഒരു പരിപാടിയാണ്. സാക്ഷരതാ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു സർക്കാർ കൊണ്ടുവന്നാൽ അടുത്ത സർക്കാർ വരുമ്പോൾ നിർത്തിക്കളയാനാവുന്നതല്ല. അത് കേരളത്തിൻ്റെ പൊതുപരിപാടിയാണ്. അങ്ങനെ ഓരോന്നും.
അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ കുടുംബശ്രീ എന്നുള്ളത് ഇടതുപക്ഷ ആശയത്തിലൂടെ രൂപപ്പെടുത്തി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. കോൺഗ്രസ് കൃത്യമായി അതിനെ തകർക്കാൻ കഴിയും വിധം ജനശ്രീയുമായി വന്നു. അത് പരാജയപ്പെട്ടതേ ഉള്ളൂ. കുടുംബശ്രീ നാൾക്ക് നാൾ വളർന്നു, ലോകം ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് മാറി. പക്ഷേ UDF സർക്കാർ വരുമ്പോഴും കുടുംബശ്രീ എന്നുള്ളത് ഈ നാടിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായി ആ സർക്കാരിനും കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പൊതുവായ കാര്യങ്ങളെ നിരാകരിച്ചും നിഷേധിച്ചും ബഹിഷ്കരിച്ചും നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകും? ഇത് തന്നെയാണിപ്പോൾ നവകേരള യാത്രയുടെ കാര്യത്തിലും സംഭവിച്ചത്. 41 നിങ്ങളുടെ MLA-മാർ അധ്യക്ഷന്മാരായിരുന്ന മുഖ്യമന്ത്രിയോടും ആ മന്ത്രിമാരോടും പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ? വിയോജിപ്പ് അവതരിപ്പിക്കാവുന്നതല്ലേ? 10,000-കണക്കായിട്ടുള്ള മണ്ഡലങ്ങളിലെ വോട്ടർമാരെ നേരിട്ട് അഭിമുഖീകരിച്ച് ഈ സർക്കാർ ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർ മറുപടി പറയട്ടെ. പക്ഷേ അങ്ങനെ ഒരു ജനാധിപത്യ സാധ്യതയെ പൂർണ്ണമായും അടച്ചുകൊണ്ട് എന്തിനേയും ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ രീതി, അത് ഒരു കേരളത്തിന്, ഒരു സംസ്ഥാനത്തിന് ചേർന്നതാണോ? ശ്രീ ശരത്ത്, എൻ്റെ 2 സഹപാനലിസ്റ്റുകളും സംസാരിച്ചപ്പോൾ അവരുടെ ആദ്യം മുതൽ അവസാനം വരെ ഒന്നിലും ഇടപെട്ടിട്ടില്ല. അത് താങ്കൾക്ക് അവരോട് ചോദ്യം ചോദിക്കാൻ ഉണ്ടായിട്ട് പോലും, മറുചോദ്യം ഉണ്ടായിട്ട് പോലും താങ്കൾ ഇടപെട്ടിട്ടില്ല. ഞാൻ എന്ന് സംസാരിക്കുമ്പോഴും കഴിഞ്ഞ ചർച്ചകളിലും അത് ഞാൻ എന്ന് സംസാരിക്കുമ്പോഴും താങ്കൾ അതിൻ്റെ ഇടയിലേക്ക് ഉപചോദ്യങ്ങളുമായി എൻ്റെ വാദം പൂർത്തീകരിക്കാൻ അവസരമില്ലാതെ പിന്നെ സമയക്കുറവെന്നൊക്കെ പറഞ്ഞ് താങ്കൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന രീതിയുണ്ട്. അപ്പോൾ ദയവ് ഇത് ഇടയിൽ കയറി ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പോൾ എൻ്റെ സഹപാനലിസ്റ്റായിട്ടുള്ള നൗഷാദ് MLA അദ്ദേഹം പറഞ്ഞത് ലക്ഷക്കണക്കിന് പരാതി കിട്ടിയത് ഈ സർക്കാരിന്മേൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടാണെന്നാണ്. അപ്പോൾ ഞാൻ നൗഷാദ് MLAയോട് തിരികെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 7.5 വർഷം കൊണ്ട് കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ, കേരളത്തിലെ 14 കളക്ട്രേറ്റ് ഓഫീസുകൾ, കേരളത്തിലെ 100 കണക്കിന് വരുന്ന താലൂക്ക് ഓഫീസുകൾ, 1000-കണക്കിന് വരുന്ന വില്ലേജ് കൃഷിഭവൻ ഉൾപ്പെടെയുള്ള ഓഫീസുകളിലെ സർക്കാർ ഉദ്യോഗസ്ഥരെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടെക്നിക്കൽ ടീമിനെയും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഈ ജനങ്ങൾ എല്ലാം ഈ ജനസദസ്സുമായി ബന്ധപ്പെട്ട് പരാതി തരാൻ വന്നത്? അതല്ലെങ്കിൽ ഈ സർക്കാരിന് തങ്ങളുടെ കീഴിലുള്ള മുഴുവൻ സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരെയും വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അവർ ഇത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ 21 പേരും കൂടി നേരിട്ട് ചെയ്യാം എന്ന തരത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വന്നത്? അതെൻ്റെ 2 ചോദ്യമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ പിടിച്ചു മാറ്റാൻ നിന്നതും അല്ലെങ്കിൽ ജീവൻ രക്ഷാ സേനയെക്കുറിച്ചൊക്കെ പറഞ്ഞു, വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടിയതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട MLAയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ റോഡിൻ്റെ തെരുവിൽ നിന്നുകൊണ്ട് സൈഡിൽ നിന്നുകൊണ്ട് കരിങ്കൊടി കാണിക്കുമ്പോൾ, കരിങ്കൊടി കാണിക്കാൻ പിന്നെ 1000 പേരുടെ 500 പേരുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ആ കരിങ്കൊടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുതയുള്ളത്? ഇനിയിപ്പോൾ യുവമോർച്ചക്കാരും BJP-കാരും നിങ്ങളെ കരിങ്കൊടി കാണിക്കാൻ വന്നല്ലോ, അപ്പോൾ നിങ്ങൾ പിടിച്ചു മാറ്റാൻ ഒരു DYFI-കാരനെയും അവിടെ കണ്ടില്ല, അവിടെ ഒരു ജീവൻ രക്ഷാ സേനയെയും കണ്ടില്ല, അവിടെ ഒരു ഇടതുപക്ഷക്കാരനെയും കണ്ടില്ല, അവിടെ കുറുവടിയും മുളവടിയും ഏന്തി അല്ലെങ്കിൽ ഹെൽമെറ്റുമായി മാരക ആയുധങ്ങളുമായി ഒരു DYFI-യുടെ ഗുണ്ടകളെയും കണ്ടില്ല. അപ്പൊ യുവമോർച്ച കരിങ്കൊടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ കോംപ്രമൈസും സമാധാനവും? അതിന് താങ്കളൊന്ന് മറുപടി പറഞ്ഞാൽ മതി. പിന്നെ വാഹനത്തിന്റെ മുന്നിൽ ചാടുന്ന കാര്യം ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഇന്നത്തെ ഈ ജനസദസ്സിൽ യാത്രയിലെ പങ്കാളി കൂടിയായിട്ടുള്ള കേരളത്തിന്റെ വ്യവസായ മന്ത്രി P. രാജീവ് വാഹനത്തിന്റെ മുന്നിൽ ചാടിയിട്ടില്ലേ? ലീഡർ കരുണാകരന്റെ വാഹനത്തിന്റെ മുന്നിൽ ചാടി പോലീസിന്റെ ക്രൂരമർദ്ദം ഏറ്റുവാങ്ങിയത് അദ്ദേഹം അന്നത്തെ SFI-യുടെ DYFI-യുടെയും ആത്മഹത്യാ സ്ക്വാഡിന്റെ തലവനായതുകൊണ്ടാണോ? താങ്കൾ അതിന് മറുപടി പറയണം. പിന്നെ ഇവിടെ പ്രവാസികൾക്ക് വേണ്ടി വലിയ മഹാസമ്മേളനം ഉണ്ടാക്കി, പ്രവാസികൾക്ക് വേണ്ടി വലിയ കൊട്ടിഘോഷിച്ച് കോടികൾ മുടക്കി നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ നടത്തി, UDF പങ്കെടുത്തില്ല, അല്ലെങ്കിൽ UDF വിട്ടുനിന്നു. എൻ്റെ ശരത്ത്, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ തള്ളുകൾ നിങ്ങളുടെ ലൈബ്രറി കാണും, അതൊന്നും എടുത്ത് പരിശോധിക്കണം. ഇവിടെ കോവിഡ് വന്ന് 1000-കണക്കിനല്ല 10,000-കണക്കിന് പ്രവാസികളുടെ തൊഴിൽ നഷ്ടപ്പെട്ട് ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ നിങ്ങൾ 5000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. എത്ര പേർക്ക് കൊടുത്തു? നിങ്ങൾ ആർക്കും കൊടുത്തില്ലെന്നേ. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ പ്രവാസികൾക്ക്, തൊഴിൽ നഷ്ട പ്രവാസികൾക്ക് പലിശരഹിതമായ കച്ചവടം നടത്താൻ പണം കൊടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്നും ചെയ്തു കൊടുത്തില്ല. ഇവിടുത്തെ പ്രവാസികൾക്ക് നിങ്ങൾ തൊഴിലവസരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ സർക്കാർ ഒന്നും പാലിച്ചില്ല. അതിന്റെ പേരിൽ നല്ല തള്ളും തള്ളി കുറെ കോടിക്കണക്കിന് രൂപ പരസ്യത്തിന് മുടക്കിയതല്ലാതെ ഇവിടെ പ്രവാസികൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് തേങ്ങാക്കോലയാണ് കാണിച്ചത്? പിന്നെ കേരളീയം നടത്തിയതിനൊന്നും ഞങ്ങൾ അരോധരമല്ല. പക്ഷേ കേരളീയം നടത്തിയ സമയമുണ്ട്. ഇവിടെ സപ്ലൈക്കോ കാലിയായി കിടക്കുക, ഇവിടെ റേഷൻ കട കാലിയ, ഇവിടെ പെൻഷൻ കിട്ടുന്നില്ല.
പഞ്ചായത്തുകൾക്ക് 6000 കോടി അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കിട്ടാനുണ്ട്. 16,000 കോടി ഇവിടുത്തെ കോൺട്രാക്ടർമാർക്ക് കിട്ടാനുണ്ട്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലെന്ന് പറയുന്നു. ഇവിടുത്തെ സർക്കാർ സ്കൂളിലെ ഉച്ചക്കഞ്ഞി കൊടുത്ത കുട്ടികളുടെ പണം ഇതുവരെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഇവിടുത്തെ വെള്ളത്തിന് നികുതി, ഇവിടെ ഇന്ധനത്തിന് നികുതി, നിങ്ങൾ മാസം മാസം KSEB വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു, കർഷകന് താങ്ങുവില കൊടുക്കുന്നില്ല. ഇതൊക്കെ കൊടുക്കാതെ ഈ കേരളത്തെ മുച്ചോട് മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറെ കോടികൾ മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് പരസ്യം കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ ജാടയും അഹങ്കാരവും കാണിക്കാൻ വേണ്ടി നിങ്ങളിവിടെ കേരളീയം വെച്ചാൽ ആ കേരളത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെന്നേ. അതുപോലെ ഇവിടെ പ്രവാസികളുടെ കാര്യം, പിന്നെ ബസ് ഇപ്പോൾ 1,15,00,000 രൂപക്ക് നിങ്ങൾ ബസ് ഉണ്ടാക്കിയല്ലോ. നിങ്ങൾ എന്തിന്റെ പേരില്ല ബസ് ഉണ്ടാക്കിയത്? നിങ്ങൾ പറഞ്ഞത് ദൂരത്ത് കുറയ്ക്കാൻ, പണം ചെലവാക്കൽ കുറയ്ക്കാൻ. എന്നിട്ട് ബസ്സിന്റെ പുറകെ 60ഓളം വാഹനങ്ങളാ. ഇരട്ടിക്കല്ല, 3 ഇരട്ടിയല്ല, 10 ഇരട്ടി ചെലവല്ലേ ഈ സംസ്ഥാനത്തിന് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ ക്രിസ്മസുമാണ്, ഇവിടെ നിങ്ങൾ പെൻഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? കൃത്യമായിട്ട് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടുത്തെ സപ്ലൈക്കോ കാലിയായി കിടക്കുക. ഇവിടുത്തെ പാവപ്പെട്ടവൻ എങ്ങനെ ജീവിക്കും? ഇവിടെ തൊഴിലവസരമുണ്ടോ? വിദ്യാർത്ഥികൾക്ക് തൊഴിലുണ്ടോ? ഇവിടെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ മാസം മാസം വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ പിണറായി വിജയന്റെ സർക്കാർ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എന്താ ചെയ്തത്? നിങ്ങൾ അതൊക്കെ ജനങ്ങളോട് പറ. നിങ്ങൾ അതൊന്നും പറയുന്നില്ലല്ലോ. അങ്ങനെ നാട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ആകുലതയുള്ള പ്രതിപക്ഷമാണ് എങ്കിൽ ശ്രീ നൗഷാദ് MLA ബഹിഷ്കരണമാണോ പ്രതിപക്ഷത്തിൻ്റെ മുമ്പിലെ ജനാധിപത്യ വഴി? അവർ നിരന്തരമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട് എന്ന് സർക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ സർക്കാർ പറയുന്നത് എന്താണ്? ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ കാരണം കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുകയും, പക്ഷെ പ്രതിപക്ഷം ആ ഭാഗത്തെ കാണാതെയുമാണോ പോകുന്നത്? അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾക്കുള്ള MLA മറുപടി. ശ്രീ നൗഷാദ്, കേൾക്കാമോ? അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംശയങ്ങളും വിമർശനങ്ങളും ഉണ്ട്. ഈ സർക്കാർ തികഞ്ഞ പരാജയമാണ് എന്ന നിലയിൽ അക്കമിട്ട് കാര്യങ്ങൾ നിരത്തി. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി എന്നതിൻ്റെ അടിസ്ഥാന കാരണം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന പ്രശ്നങ്ങളാണ്. സാമ്പത്തികമായി കാട്ടുന്ന സമീപനം ശ്വാസം മുട്ടിക്കലാണ്. പക്ഷേ ആ മേഖലയിലേക്ക് പ്രതിപക്ഷം പോകുന്നതേയില്ല. ഈ പ്രശ്നത്തെ ബഹിഷ്കരണം എന്ന ഏത് വിഷയത്തിലും ബഹിഷ്കരണം എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. അതിൽ നിന്ന് അവർക്ക് പിൻവാങ്ങേണ്ട ഒരു ബോധ്യവും പ്രതിപക്ഷത്തിന് വന്നിട്ടില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്നോടാണോ? അതെ അതെ അതെ, ഇടയ്ക്ക് ഗ്യാപ്പില്ലായിരുന്നു. കട്ടായി പോയി. മനസ്സിലായി. എന്നോടാണോ? അതെ അതെ, ശ്രീ നൗഷാദ് താങ്കളോടാണ്. അല്ല, മൊത്തം കേൾക്കാൻ പറ്റില്ല. എന്നാലും ആദ്യം അദ്ദേഹം പറഞ്ഞ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മന്ത്രിമാർ നേരിട്ട അല്ല ജിംഷാദെ, ഈ സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. 5 ലക്ഷത്തോളം പരാതികൾ ലഭിച്ചു എന്ന് പറയുമ്പോ അത് നിലവിൽ 3.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ 5 ലക്ഷത്തോളം പരാതികൾ ഉണ്ട്. അത് തരാൻ ജനങ്ങൾ തയ്യാറായി എന്നുള്ളത് ഈ സർക്കാർ സംവിധാനത്തിലുള്ള പോരായ്മയല്ല, ഈ ഗവൺമെന്റിലുള്ള. ഇപ്പൊ സർക്കാർ ഓഫീസിൽ നേരിട്ട് കൊടുക്കുന്നതിനേക്കാൾ ഇവിടെ കൊടുത്താൽ അതിനൊരു ഉറപ്പായിട്ടും അതിന് പരിഹാരം കാണും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് അതിൽ നിന്നും പ്രകടമാവുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണ്ടേ? പിന്നെ നിങ്ങളിപ്പോ വന്നിരുന്നിട്ട് ഈ ചർച്ചയിൽ തുടക്കത്തിൽ തന്നെ എനിക്ക് സമയക്കുറവ് കാരണം വിട്ടുപോയി. എന്താണ് കുഴിമന്തി, പിന്നെ കരിമീന്, ഇതിപ്പോ കുറച്ചുകൂടെ ഒരു നിലവാരമുണ്ട്. ഈ മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരായ കുഴിമന്തി ഒന്നും കഴിക്കില്ല എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. 2 ഇഡ്ഡലി, 1 ദോശ, ഇതൊക്കെ ഇതായ പറയും. വെളിയിൽ നിന്ന് കാണുന്നത്, അകത്ത് വന്നിരുന്നെങ്കിൽ ഇതെല്ലാം കാണാമായിരുന്നു. നിങ്ങളോടൊപ്പം നിന്നിരുന്ന പലരും, ലീഗിന്റെ പ്രതിനിധികൾ, കോൺഗ്രസിന്റെ പ്രതിനിധികൾ, ജനപ്രതിനിധികളായിട്ടുള്ളവർ ഒക്കെ തന്നെ പ്രഭാത സദസ്സിന് വന്നിരുന്നല്ലോ. അവരോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ നിലപാട്, ഈ കേരളം നശിച്ചാലും കുഴപ്പമില്ല, പിണറായി വിജയനും LDF ഗവൺമെന്റും പോയാ മതി എന്നുള്ളൊരു നിലപാടാണ്. അത് നമ്മളെ പഴമ ചൊല്ലുണ്ടല്ലോ, മോൻ ചത്താലും മരുമോളെ കണ്ണീര് കണ്ടാലും മതി എന്ന്. നിങ്ങൾ എവിടെ തുടക്കം മുതൽ ഞാൻ പറയാം, പ്രളയ കാലഘട്ടം എടുക്കും. ആ പ്രളയ കാലഘട്ടത്തിൽ ഒരു നൂറ്റാണ്ട് ഘട്ട ഏറ്റവും വലിയ പ്രളയം, അതിനെ നേരിടാൻ ആദ്യഘട്ടത്തിൽ
യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്തൊരു സ്വീകാര്യതയായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും കൂടെ ഒരുമിച്ചാണ് പ്രളയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോയത്. ഉടനെ നിങ്ങളത് പിന്നെ അത് അങ്ങനെ ഒരുമിച്ച് വേണ്ട, അതിനോട് പിന്നെ അതിന് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവ് കത്തിച്ചു. ജനങ്ങൾ അത് തള്ളിയേ ജംഷാദ്, മറന്നു പോകരുത്. അതുപോലെ കോവിഡ് കാലഘട്ടത്തിൽ എന്തെല്ലാം കോപ്രായങ്ങളാണ് നിങ്ങൾ കാണിച്ചത്. ആ കോവിഡിന്റെ മാനദണ്ഡങ്ങളെല്ലാം ലംഘിക്കാൻ നേതൃത്വം കൊടുക്കുന്ന സമീപനമല്ലേ നിങ്ങൾ സ്വീകരിച്ചത്. എന്തിനേറെ പറയുന്നു, പൗരത്വ നിയമത്തിനെതിരായി ഒരുമിച്ച് പോരാടാന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് സമരം നടത്തി, പിന്നീട് അതിൽ നിന്ന് പിന്മാറി. പിന്നെ കുടുംബശ്രീ സംവിധാനത്തെ പറഞ്ഞു. അതില് ശരത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, കുടുംബശ്രീ അങ്ങനൊരു സംവിധാനമായതുകൊണ്ട് ആ ഗവൺമെന്റ് തുടർന്നു എന്നുള്ളത് തെറ്റാണ്. ഒരു ആനുകൂല്യവും കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ കുടുംബശ്രീക്ക് നിലവിലുള്ളത് സിസ്റ്റം പോയതല്ലാതെ പുതുതായി ഒന്നും കൊടുത്തില്ല. ആ സിസ്റ്റത്തെ ഇല്ലാതാക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തരത്തിൽ പിന്നെ കേരളത്തിൽ ഉറപ്പാണ് വികസനം, ഉറപ്പാണ് പെൻഷൻ, ഒരു സംശയമില്ല, ഉറപ്പാണ് ആരോഗ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ധനസഹായം ലഭിക്കുന്നത് കേരളത്തിലാണെന്ന് നീതി ആയോഗ് കണ്ടെത്തിയത് കേരളത്തിലാണ്. ജംഷാദും കേരളത്തിലല്ലേ? പക്ഷെ നിങ്ങൾക്കത് അങ്ങോട്ട് സൂചിക്കുന്നില്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങളുണ്ട് അവിടെ. കേരളത്തിലെ സ്കൂളുകളെല്ലാം വിൽപ്പനച്ചരക്കായിരുന്നു അല്ലെ? ഭൂമാഫിയ കൈയടക്കാൻ പോയ ആ മേഖല ഇന്ന് ഏത് തരത്തിലാണ്? സാധാരണക്കാരുടെ മക്കൾക്കെല്ലാം പഠിക്കാൻ ഡിജിറ്റൽ സൗകര്യങ്ങളാണ്, സ്മാർട്ട് ക്ലാസ് മുറികളാണ് ഇന്നുള്ളത്, മറന്നു പോകണ്ട. ഇതൊക്കെ അറിയുന്ന ജനമുണ്ട്. അതുപോലെ ആരോഗ്യ മേഖലയിൽ പഴയ സർക്കാർ ആശുപത്രികളാണോ ഇപ്പോ? അതും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പെൻഷൻ, എന്താണ് പെൻഷൻ? 3 മാസത്തെ പെൻഷൻ ആണ് കുടിശ്ശികയുള്ളത്. 91 മാസമേ പിണറായി വിജയൻ വന്നിട്ട് ആയിട്ടുള്ളൂ കേട്ടോ. 106 മാസത്തെ പെൻഷൻ കൊടുത്തു, അത്രേ ഞാൻ പറയുന്നു. 106 മാസത്തെ പെൻഷൻ കൊടുത്തു, 91 മാസങ്ങൾ. നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത് 32 ലക്ഷം പേർക്ക് 600 രൂപ വെച്ച്. പിണറായി വിജയൻ ഗവൺമെന്റ് കൊടുക്കുന്നത് 62 ലക്ഷം പേർക്ക് 1600 വെച്ച്. എന്നിട്ട് 3 മാസം കുടിശ്ശിക. ആ 3 മാസം കുടിശ്ശിക വരുമ്പോൾ കൃത്യമായി അത് കൊടുത്തുകൊണ്ടിരുന്നത് പെൻഷൻ കമ്പനി രൂപീകരിച്ച് അത് കൊടുത്തുകൊണ്ടിരുന്നു. അത് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കടമെടുത്തിട്ടാണ് അത് കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നത്. ആ അങ്ങനെ എടുക്കുന്ന പെൻഷൻ കൊടുക്കാൻ എടുക്കുന്ന കടം പോലും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് എടുക്കുവാനുള്ള കടത്തിന്റെ പരിധിയിൽ പെടുത്തിയതിനെതിരായി കമാന്നൊരക്ഷരം മിണ്ടിയോ UDF? മിണ്ടിയില്ലല്ലോ. പിന്നെ വികസനത്തിന്റെ കാര്യത്തിൽ എന്താണ്? വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ വികസനത്തിൽ ഒരു പങ്കുമില്ലാത്ത ആ വിഴിഞ്ഞം തുറമുഖം നിർമ്മാണം നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്തവരല്ലേ നിങ്ങൾ? എന്നിട്ട് അതിന്റെ ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടതാന്ന് പറയുക അല്ലെ? ഉമ്മൻചാണ്ടി തറക്കല്ലിടുന്നതിന് മുമ്പ് VSന്റെ കാലത്ത് അത് ടെൻഡർ ചെയ്തതാണെന്നുള്ളത് അങ്ങ് മറന്നു പോകുന്നത് എന്താ? എന്നിട്ട് അന്ന് ചൈനീസ് കമ്പനിയാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് അതിന്റെ ടെൻഡർ അനുമതി നിഷേധിച്ചതാണ്. പക്ഷെ നല്ല ഇച്ഛാശക്തിയോടുകൂടി നിന്നതിന്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ, കൂടംകുളം വൈദ്യുതി, നാഷണൽ ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ടൂറിസം മേഖലയിൽ ഉണ്ടായ ഉണർവ്, ഇതെല്ലാം ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണു തുറന്നൊന്ന് കാണൂ, വസ്തുതകൾ മനസ്സിലാക്കൂ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്തിനും ഏതിനും എല്ലാത്തിനും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണം, ഗെയിൽ പൈപ്പ് ലൈനെതിരായിട്ടുള്ള സമരം, അതുപോലെ നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായിട്ടുള്ള സമരം, ഈ കേരളീയത്തിന് എതിരായിട്ടുള്ള സമരം, പ്രളയത്തിന് എതിരായി, പൗരത്വ നിയമത്തിനെതിരായി, കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെതിരായി എന്നും നിഷേധാത്മകമായ നിലപാടല്ലേ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ. ആ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുമ്പോ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. ഗവർണർ വന്നിട്ട് ABVP-കാരനെ 6 സംഘപരിവാറുകാരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ട് കമാന്നൊരക്ഷരം മിണ്ടിയോ? നിങ്ങൾ എവിടെ പോയി? നിങ്ങൾ ആർക്ക് കീഴടങ്ങുന്നു? സംഘപരിവാറിന് കീഴടങ്ങിക്കൊണ്ട് ഈ കേരളത്തെ നശിപ്പിക്കുന്നതിന് കൂട്ടു നിൽക്കരുതേ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, ഒരു പ്രധാനപ്പെട്ട കാര്യം ബഹിഷ്കരണമാണ് നമ്മൾ സംസാരിച്ചു വന്നത്.
എന്തും ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ ശൈലി ഒരു നാടിന് ഗുണകരമാണോ എന്നൊരു പ്രധാന പ്രശ്നത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ MLA സൂചിപ്പിച്ചതുപോലെ ഇതിൽ കടമെടുപ്പ് പരിധി വല്ലാതെ ചുരുക്കുന്നു. NHAIക്ക് തോന്നിയതുപോലെ കടമെടുക്കാം, അത് കേന്ദ്രത്തിൻ്റെ പൊതു കടത്തിൽ വരുന്നില്ല. ഇവിടെ കിഫ്ബി കടമെടുത്താൽ അത് കേരളത്തിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമാക്കി വെക്കുന്ന വിവേചനപരമായ നിലപാട്. അതുപോലെ നികുതി വിഹിതം വലിയ വിവേചനപരമായി തന്നെ വലിയ വെട്ടിക്കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ, ഗ്രാൻറ്റുകൾ കിട്ടാതെ വരുന്നത്, ഓരോ ഘട്ടത്തിലും കോടിക്കണക്കിന് രൂപ പിടിച്ചു വെക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ നാമമാത്രമാണ്, കേന്ദ്ര കോൺട്രിബ്യൂഷൻ 200-300 രൂപയാണ്. അതും ഏതാണ്ട് 15 ലക്ഷത്തോളം ആളുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ 62 ലക്ഷം പേർക്ക് 1600 വെച്ച് കൊടുക്കുന്നുണ്ട്. ആ കോൺട്രിബ്യൂഷൻ പോലും 39 മാസത്തെ കുടിശ്ശികയാണ് വരുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ തന്നത്. കുടിശ്ശിക ഒന്നും കൊടുക്കാനില്ല എന്ന്, ക്ഷമിക്കണം, എന്താണ്? അല്ല, 15 ലക്ഷം ഇല്ല, 5,80,000. 5 ലക്ഷത്തിന്, ഓക്കെ, 6 ലക്ഷം. ഓക്കെ. അപ്പോൾ എന്നിട്ടാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് കുടിശ്ശിക ഒന്നുമില്ല എന്ന നിലയിലേക്ക് ഒരു നിലപാട് സ്വീകരിച്ചത്. ഇതെല്ലാം ഡിസ്പ്യൂട്ട് ചെയ്യുന്ന നിലയിൽ കണക്കുകൾ വെച്ച് സർക്കാർ മറുപടിയും പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാതലായ പ്രശ്നം വരുമ്പോൾ ശ്രീ ജേക്കബ് ജോർജ്, അതൊരു സ്റ്റേറ്റിൻ്റെ പ്രശ്നമല്ലേ? സ്റ്റേറ്റിൻ്റെ പ്രശ്നമാണ് എങ്കിൽ അതിനോട് ഡിസ്പ്യൂട്ട് ചെയ്യാൻ, അതിനോടൊപ്പം അതിൽ സർക്കാർ പറയുന്ന വിഷയങ്ങളിൽ വിയോജിപ്പുകളുണ്ടെങ്കിൽ അത് അവതരിപ്പിച്ചൊരു ബദൽ നറേറ്റീവ് മുന്നോട്ട് വെക്കാനൊക്കെ പ്രതിപക്ഷ നേതാവിന് ഉത്തരവാദിത്വമില്ലേ? ബഹിഷ്കരണം എന്നൊരൊറ്റ വാചകത്തിൽ പോകേണ്ടതാണോ പൊതുപ്രശ്നങ്ങൾ, ഒരു നാടിൻ്റെ പൊതുപ്രശ്നങ്ങളിൽ? നേരത്തെ ഞാൻ കാണുന്നത് പ്രതിപക്ഷത്തിന് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ഒരു പക്ഷേ അവർക്ക് തോന്നുന്നത് ഒരു വിഷയം, ഇപ്പോൾ ലോക കേരള സഭയുടെ സമ്മേളനം, അതേപോലെ കേരളീയം പരിപാടി, ഇപ്പോൾ നടത്തിയ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സ്, ഇതൊക്കെ ബഹിഷ്കരിക്കപ്പെടേണ്ടതാണെന്ന് പ്രതിപക്ഷത്തിന് തോന്നിയിരിക്കാം. അതുകൊണ്ടാണ് അതിനകത്ത് നേട്ടങ്ങൾ എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിലും അത് വേണ്ട എന്ന് വെച്ചത്. ഞാൻ അവർക്ക് അത് ബഹിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അല്ല, അതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അത് അവർക്ക് തീരുമാനമെടുക്കാം, സ്വാഭാവികം. അതെ, അതിൻ്റെ ഉചിതമാണോ എന്നുള്ളൊരു വിലയിരുത്തലാണ്. അതിൻ്റെ ജയപരാജയങ്ങൾക്ക് അവർ തന്നെ ഉത്തരവാദിത്വം വഹിക്കണമല്ലോ, വഹിക്കുമെന്നാണല്ലോ നമുക്ക് ഊഹിക്കാവുന്നത്. പിന്നീട് സമരങ്ങളുടെ കാര്യം, അല്ല, അവിടെ ശ്രീ ജേക്കബ് ജോർജിനോട് ഒരു ഉദാഹരണം ഞാൻ ചോദിക്കുക. ഇപ്പോൾ ഇത്രയേറെ ബഹിഷ്കരണം തുടർച്ചയായി പ്രതിപക്ഷം ചെയ്യുമ്പോൾ ഈ നവകേരള യാത്രയുടെ ഒരു ഭാഗം പ്രഭാത സദസ്സായിരുന്നല്ലോ, പ്രഭാത യോഗമായിരുന്നല്ലോ. ആ പ്രഭാത യോഗത്തിൽ മുഖ്യമന്ത്രിയെ കാണാനും സംസാരിക്കാനും ഓരോ ജില്ലയിലും ആ നിയോജകമണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള മനുഷ്യരാണ് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ശക്തമായ പ്രതിപക്ഷം നിരന്തരം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം വിശ്വാസത്തിലെടുത്തിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ വേദിയിലും ഒരു ഇടിവ് സംഭവിക്കണ്ടേ? മറുഭാഗത്ത് നിരന്തരം ഈ സർക്കാരിനെ എതിരായ ഒരു നിലപാട്, ബഹിഷ്കരണ നിലപാടെടുത്തു വന്ന് പ്രതിപക്ഷം ഇത് സ്വീകരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തെ തുടർന്ന് ഇങ്ങോട്ടുള്ള മണ്ഡലങ്ങളിലെ സദസ്സുകളിൽ അത് പ്രതിഫലിക്കണ്ടേ? രണ്ടിടത്തും അത് കണ്ടില്ലല്ലോ, തിരിച്ചല്ലേ സംഭവിച്ചത്? ഞാൻ അതിലേക്കാണ് ശരത്തെ വരുന്നത്. ഈ സമരങ്ങൾ എന്ന് പറയുമ്പോൾ എക്കാലവും സമരം ചെയ്തും കൊണ്ടൊരു പ്രതിപക്ഷത്തിന് ഇങ്ങനെ കഴിയാൻ പറ്റുമോ? എല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട് 5 വർഷക്കാലം കഴിയുക എന്നുള്ളത്, 5 വർഷം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാലയളവാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന കാലയളവാണ്. ഇത് 5 അല്ല, ഇരട്ടിയാവുന്നു, 10 വർഷമാവുന്നു. ഈ 10 വർഷം കൊണ്ട് പ്രതിപക്ഷം എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങൾ കാണുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, സമരം നടത്തുന്നത് സ്വാഭാവികമായിട്ടും സമരങ്ങളിലൂടെയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വളർന്ന് വലുതായത്, കേരള രാഷ്ട്രീയം, കേരള സമൂഹം ഈ നിലയിലെത്തിയത്, യാതൊരു സംശയമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം, രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയം പറയണം എന്നത് തന്നെയാണ്. രാഷ്ട്രീയം മാത്രമല്ല, കേരളം എങ്ങോട്ട് എന്ന വിഷയത്തെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് പറയണം. ഇപ്പോൾ ജിംഷാദ് ഇവിടെ നിന്ന് വർത്തമാനം പറയുന്നില്ലേ? അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ്റെ ദൗത്യം നിറവേറ്റുകയാണ്. ഈ ശരത്ത് നടത്തുന്ന ഈ പരിപാടിയിൽ, ന്യൂസ് ആൻഡ് വ്യൂസ് എന്ന പരിപാടിയിൽ, കൈരളി ചാനലിൻ്റെ ഈ പരിപാടിയിൽ കോൺഗ്രസിൻ്റെ വക്താവായി നിന്ന് അദ്ദേഹം കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം രാഷ്ട്രീയമാണ് പറയുന്നത്. അതാണ് കർമ്മം, അതാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ധർമ്മം. ഇപ്പോഴത്തെ ഈ നവകേരള സദസ്സ്, അതേപോലെ മറ്റ് വിഷയങ്ങൾ, അതിലൊക്കെയും പ്രതിപക്ഷ നേതാക്കൾക്കും വന്നിരുന്ന് സംസാരിക്കാനും അവരുടെ കാര്യം പറയാനും ആ വിഷയം വളരെ ശക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുമുള്ള സാധ്യതയാണ് അവർ ഇല്ലാതാക്കിയത്. ജനങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ
അവരുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശമാണ് അവർ വേണ്ട എന്ന് വെച്ചത്. അതിൻ്റെ കെടുതികൾ എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെങ്കിലും പ്രതിപക്ഷമാണ് അനുഭവിക്കേണ്ടത്. അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ഘട്ടത്തിൽ തോന്നിയതിൻ്റെ പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായി വന്നു. അതെ. മാത്രവുമല്ല, ടി എൻ പ്രതാപന് അതിൻ്റെ അപകടം മനസ്സിലായി. ടി എൻ പ്രതാപൻ ലോക്സഭയിലേക്ക് അടിയന്തര പ്രമേയം 4.5 വർഷത്തിന് ശേഷം നൽകി. അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല, അത് അവിടെ തള്ളി, അത് വേറെ കാര്യം. പക്ഷേ അതിനകത്ത് എഴുതിയ ഓരോ വാചകവും ഈ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ ജനങ്ങളോട് വിശദീകരിക്കുന്ന വിധത്തിൽ, ഉച്ചക്കഞ്ഞി പോലും കേരളത്തിൽ കൊടുക്കാൻ കഴിയാത്ത വിധം ഇത് പിടിച്ചു വെക്കുന്നു, കേരളത്തിന് നൽകേണ്ട പണം നൽകാതെ തടഞ്ഞു വെക്കുന്നു എന്ന വിഷയമടക്കമാണ് അതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിബേറ്റ് ചെയ്യണ്ടേ, വിഷയങ്ങളോട് ഡിബേറ്റ് ചെയ്യണ്ടേ? അതാണല്ലോ നിയമസഭകളിൽ നടക്കുന്നത്, അതാണല്ലോ ലോക്സഭയിലും രാജ്യസഭയിലും നടക്കുന്നത്. രാഷ്ട്രീയ പ്രതിനിധികൾ പ്രതിപക്ഷത്തിരുന്നാൽ പോലും അവർക്ക് പറയാൻ സഭയ്ക്ക് പുറത്ത് സർക്കാർ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? ജനങ്ങളോട് നേരിട്ട് മണ്ഡലങ്ങളിലാകെ ചെല്ലുക, സംസാരിക്കുക എന്ന നിലയ്ക്കാണല്ലോ. അതൊരു പുതിയ രീതിയും ഒരു പുതിയ ആശയമാണ്. അപ്പോൾ ആ ആശയത്തിലും ഡിബേറ്റിൻ്റെ സ്പേസ് ഇല്ലേ? ഉണ്ട്, ഡിബേറ്റ് ഉണ്ട്. നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഡിബേറ്റ് നടത്തുന്നുണ്ട്. നമ്മുടെ പ്രതിനിധികൾ അവിടെ പോയി അത് പ്രതിഷേധിക്കുന്നുണ്ട്, പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോക്ക് നടക്കുന്നുണ്ട്. അതിലൊക്കെയും സദസ്സിന്റെ ഡിബേറ്റ് സ്പേസിനെ കുറിച്ചാണ്. അതേപോലെ ഒരു സംസാരിക്കാനുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക്, പ്രതിപക്ഷ നേതാക്കൾക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഈ നവകേരള സദസ്സിലും ഉണ്ടായിരുന്നു. ഇപ്പം സാങ്കല്പികമായി ചോദിക്കട്ടെ, ഈ സദസ്സിൽ 41 ഇടങ്ങളിലെങ്കിലും പ്രതിപക്ഷ MLA-മാർ വന്ന് അധ്യക്ഷത വഹിച്ച് ഈ സദസ്സിനോടൊപ്പം അവർ ചേർന്നിരുന്നുവെങ്കിൽ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കുറെ കൂടി ഗൗരവമായിട്ടുള്ള, എന്നാൽ കാണാൻ കുറെ കൂടി താല്പര്യമുള്ള ഒരു നിലയിൽ മാറുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും വേറൊരു ചിത്രമാകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ MLA-മാർ മാത്രമല്ല ശരത്തെ, MLA-മാരോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരും നാട്ടിലെ നേതാക്കന്മാരും ഈ സദസ്സിൽ പങ്കെടുക്കും. അപ്പോൾ വേറൊരു അതിൻ്റെ ക്രോസ് സെക്ഷൻ തന്നെ മാറും, അതിൻ്റെ സ്വഭാവം തന്നെ മാറും, അതിൻ്റെ രാഷ്ട്രീയം തന്നെ മാറും. ആ മാറ്റമാണ് പ്രതിപക്ഷത്തിൻ്റെ നഷ്ടമായത് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. റൈറ്റ്. ഞാൻ ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുകയാണ്. ഞാൻ ജിൻഷാദിലേക്കാണ് വരുന്നത്. അതിന് മുമ്പ് സംസാരിച്ചപ്പോൾ ടി എൻ പ്രതാപൻ്റെ ലോക്സഭയിലെ അടിയന്തര പ്രമേയത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഉച്ചക്കഞ്ഞി എന്നൊരു പ്രയോഗമാണ് എൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ഉച്ചക്കഞ്ഞി എന്നതൊക്കെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് പോയിട്ട് കാലങ്ങളായി. ഉച്ചഭക്ഷണം എന്നുള്ളതാണ്. അതിൻ്റെ ഗ്രാൻഡ് പിടിച്ചു വെക്കുന്ന കേന്ദ്ര സമീപനത്തെ കുറിച്ചും വളരെ വലിയ തോതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതുപോലെ നെൽകർഷകർക്ക് കൊടുത്ത ഇനത്തിൽ കേരളത്തിന് കേന്ദ്രം നൽകേണ്ടത് 790 കോടി രൂപയാണ്. അതുപോലെ UGC പേ സ്കെയിലുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നൽകാനുള്ളത് കോടികളാണ്. ഓരോന്നും അങ്ങനെ നമ്മുടെ മുമ്പിലേക്കുണ്ട്, തരാതെ പിടിച്ചു വെക്കുന്ന തുകകൾ എന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞൊരു 7.5 വർഷക്കാലം നോക്കിയാൽ ആകെ മുമ്പ് വന്നത് 1,75,000 കോടി കേരളത്തിന് ലഭിക്കേണ്ട പണം പല നിലകളിൽ തരാതെ പോകുന്നു എന്ന പ്രശ്നം അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുന്നൊരു കാലമാണ് നമ്മുടെ മുമ്പിലൂടെ. ഇവിടെ ജിൻഷാദ്, ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷം എടുത്ത നിലപാടുകളെല്ലാം പൂർണ്ണമായും ശരിയായി എന്നൊരു വിലയിരുത്തൽ അവകാശപ്പെടാനാകുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, മറ്റ് രാഷ്ട്രീയ വിശദീകരണങ്ങൾക്കിടയിൽ വിട്ടുപോയൊരു കാര്യമാണ്, ഞാൻ സൂചിപ്പിക്കുകയാണ് വീണ്ടും. ഇപ്പോൾ പ്രഭാത യോഗം, മറ്റത് നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഇനി കുടുംബശ്രീക്കാരെയും സ്ത്രീകളെയും CPM-ൻ്റെ സംഘടനാ ബലമൊക്കെ ഉപയോഗിച്ചാണ് ആളുകളെ കൊണ്ടുവന്ന് 10,000-കണക്കിന് ആളുകളെ പ്രതിപക്ഷ MLA-മാരുടെ പോലും മണ്ഡലങ്ങളിൽ ഇരുത്തി എന്ന് പ്രതിപക്ഷം പറഞ്ഞോളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ പ്രഭാത യോഗം എന്നുള്ളത്, ആ പ്രഭാത യോഗത്തിൽ വരുന്ന ആളുകൾ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. അപ്പോൾ ഞാനൊരു തർക്കത്തിനൊന്നും വേണ്ടി പറയില്ല, ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രഭാതയോഗം നടക്കുമ്പോൾ അവിടെ ലത്തീൻ രൂപത ബിഷപ്പ് വന്ന് മുഖ്യമന്ത്രിക്ക് ഷാൾ അണിയിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ആദിവാസി ഊരിലെ മൂപ്പത്തി വന്നിട്ട് 600 പേർക്ക് അവരുടെ ആദിവാസി മേഖലയിൽ നിന്ന് സർക്കാർ നിയമനം ആദ്യമായി ലഭിച്ചതിൻ്റെ നന്ദി പറയുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഈ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായത്തിനനുസരിച്ച് തീരുമാനം പ്രഖ്യാപനം അവിടെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാകണം എന്നില്ല. ഞാൻ പറഞ്ഞത്, ഇത്രയേറെ ശക്തമായി പ്രതിപക്ഷം നിരന്തരം ബഹിഷ്കരിക്കുമ്പോഴും ഈ സർക്കാർ പരിപാടിയിലേക്ക് ഒരു സമൂഹം, കേരളം ആകെ ഈ 14 ജില്ലകളിലും എത്തിയിരുന്നു എന്നൊരു വസ്തുത പ്രതിപക്ഷം കണ്ണു തുറന്ന് കാണേണ്ടതാണ്. പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ വിയോജിപ്പ് കണ്ടുകൊണ്ട് പിൻവാങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സർക്കാരിൻ്റെ അടുത്തേക്ക് വരാനും പറയാനും ഒക്കെയുള്ള താല്പര്യം പ്രകടമായിരുന്നു എന്നുള്ളതാണ് അതിലെ ഞാൻ പറഞ്ഞു വെച്ച പ്രശ്നം. നിങ്ങൾ ബഹിഷ്കരിക്കുമ്പോൾ പകരം നിങ്ങൾ കുറ്റവിചാരണ സദസ്സ് അവതരിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അതെങ്കിലും വിജയിപ്പിക്കാൻ പറ്റണ്ടേ? അതും പരാജയപ്പെട്ടല്ലോ. ശ്രീ ശരത്തെ, ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ MLA ശ്രീ നൗഷാദ്, അദ്ദേഹം
ഒരുപാട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ എണ്ണി പറഞ്ഞു. ഞാൻ പറഞ്ഞ കേരളത്തിലെ 7.5 കൊല്ലമായി ജനത നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ബുദ്ധിപൂർവം അദ്ദേഹം വികസനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വികസനങ്ങളിലെല്ലാം ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും കയ്യൊപ്പും പരിശ്രമവും ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ എണ്ണി പറഞ്ഞ് എൻ്റെ സമയം കളയുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസം, സർക്കാർ മേഖലയിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ഇവിടെ കോവിഡ് വന്നപ്പോൾ നിലമ്പൂരിലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അത് ഓൺലൈൻ പഠന സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ വിഷമിച്ച് ആത്മഹത്യ ചെയ്ത കേരളമാണ്. ഇനി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ കുറ്റബോധത്തിലെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ ഈ സർക്കാരോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളോ ഇടപെട്ടുകൊണ്ട് മൊബൈൽ ഫോണോ ടാബുകളോ സൗജന്യമായി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ. സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ മാത്രമാണ്. ഫാക്ച്വൽ എറർ പറയുമ്പോൾ ഇടപെടേണ്ടതും തിരുത്തേണ്ടതും കൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെട്ടത്. അതിൽ ജിൻഷാദ് അസ്വസ്ഥതപ്പെടരുത്. ദേശീയ തലത്തിൽ ഓൺലൈൻ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം എന്ന സംസ്ഥാനം ഞാനും നിങ്ങളും അഭിമാനിക്കണം, ഒന്നാം സ്ഥാനത്താണ്. പറഞ്ഞോളൂ. ഈ രാജ്യത്ത് വിദ്യാഭ്യാസ ലിറ്ററസി നിരക്കിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന കേരളമൊക്കെയാണ്. ഇപ്പോൾ ഓൺലൈൻ പഠനത്തിൽ 2ാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ സർക്കാരിന്റെ മൊത്തത്തിലുള്ള കഴിവാണെന്നും അല്ലെങ്കിൽ സർക്കാരിന്റെ ക്രെഡിറ്റ് ആണെന്നും താങ്കൾ പറഞ്ഞു നോക്കാതിരുന്നാൽ മതി. താങ്കൾ പറഞ്ഞ 2ാം സ്ഥാനത്ത് തർക്കമൊന്നുമില്ല. എന്താണ് ജിൻഷാദ്, നമ്മുടെ നാട്ടിൽ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനകത്തുകൂടി നമ്മൾ ഭാവി കാലത്തെ കണ്ട് രൂപപ്പെടുത്തിയെടുത്തതാണ്. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നോക്കും വിധം വിദ്യാഭ്യാസ രംഗത്ത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ കേരളം ഒട്ടേറെ മുന്നോട്ട് പോയതും അത് ദേശീയ തലത്തിൽ ഒന്നാമതെത്തിന് കാരണം അതാണ്. അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയൊന്നും ഞാൻ പറഞ്ഞതല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്നേ പറഞ്ഞുള്ളൂ. കഴിഞ്ഞോ? താങ്കൾ പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞായിട്ട് തോന്നിയോ? അല്ല, താങ്കൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ തുടരാം. താങ്കൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ വിശാലമായ മനസ്സുകൊണ്ടൊന്നല്ലാന്ന് അറിയാം. ഫാക്ച്വൽ എറർ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ ഏതെങ്കിലും താങ്കൾ കേരളം 2ാം സ്ഥാനത്ത് വന്നത് ഇത് ആകാശത്ത് നിന്ന് പൊട്ടി മുളച്ചതല്ല എന്നുള്ള മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ എനിക്കുണ്ട് സുഹൃത്തെ. ഞാൻ പറഞ്ഞത് ഇവിടെ നിലമ്പൂരിലെ സർക്കാർ സ്കൂളിൽ ഒരു പെൺകുട്ടി ഓൺലൈൻ പഠന സൗകര്യം ഇല്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ട് ഈ സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല കേരളത്തിലെ ഒരു സർക്കാർ സ്കൂളുകളിലും. ഞാൻ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് ഈ ഫോണുകളും ടാബുകളും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ടാകാം. അത്തരത്തിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. ഈ സർക്കാർ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല എന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ഇവിടെ അതുപോലെ ഇപ്പോ ശ്രീ നൌഷാദ് ഞാൻ പറഞ്ഞതിന് കൃത്യമായി മറുപടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ നേരിടുന്ന ഒരു പ്രശ്നമാണ് കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറുന്നില്ല. കൃത്യമായി കോൺട്രാക്ടർമാർ വർക്ക് എടുത്തിട്ട് പോലും ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് പോലും അവർ ഈ വർക്ക് ചെയ്യാതെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ 14 ജില്ലകളിലുമുണ്ട്. ഇവിടുത്തെ സാധാരണ കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറാത്ത സാഹചര്യത്തിലാണ് CPM-ന്റെ നേതൃത്വം കൊടുക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കേന്ദ്രത്തിന്റെ പണം കേരളത്തിന് ലഭിക്കണമെന്ന പ്രധാന പ്രശ്നത്തെ അതിന്റെ കാരണത്തിലേക്ക് നിങ്ങൾ ഇത്രയും നേരമായിട്ടും സംസാരിക്കാത്തതാണ് മനസ്സിലാവാത്തത്. അതിന്റെ ഒരു പ്രധാന കാരണം കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന സമീപനമാണ്. കേരളത്തിന് അവകാശപ്പെട്ട പണം തരാത്തതാണ് എന്ന കാര്യം എന്തേ പറയാത്തത്? അതിനുവേണ്ടി കേരളം നീങ്ങണം, അതിന് ഞങ്ങളുണ്ട് എന്നെന്തേ പറയാത്തത്? ശ്രീ ശരത്ത് ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. എനിക്കത് ആദ്യം മുതൽ ചോദിക്കാണ്. ഞാൻ ആദ്യം മുതൽ സംസാരിക്കുന്നതാണ്, നിങ്ങളാണ് മറന്നുപോയത്. അല്ല, നിങ്ങൾ ഒരു വരിയിൽ പോലും പറഞ്ഞില്ലെന്നേ. ഞാൻ പറയാം, ഞാനത് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചു. നമുക്ക് അവകാശപ്പെട്ട ഒരു ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾക്ക് അവകാശപ്പെട്ടതാണ്, അവകാശപ്പെട്ടതെന്നല്ല, നമ്മുടെ നാടിന് അവകാശപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞത് എന്തായാലും 4 പേര് പങ്കെടുക്കുന്ന ചർച്ചയിൽ 3 പേരും ഇടതുപക്ഷത്തിന്റെ മനസ്സായിട്ട് ഇരിക്കുന്നവരാണ്. ഇടതുപക്ഷത്തിന്റെ മനസ്സല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കേരളത്തിന്റെ മനസ്സാണ് പറഞ്ഞത്. കേരളത്തിന് വേണ്ട പണം
കേന്ദ്ര സർക്കാർ തരുന്നില്ല അതെ, എന്ന പ്രശ്നം അതെ, അത് കേരളത്തിന്റെ അതെ, പ്രശ്നമാണ്. താങ്കൾക്ക് ഈ കേരളത്തിന്റെ മനസ്സാണ്, അതെല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് അറിയാം. താങ്കളെ ജിൻഷാദ് മനസ്സിലായില്ല. അപ്പോ ശരി ആ വിഷയം വിട്ടേക്ക്, സമയം കളയണ്ട. വിഷയം വിടാൻ പറ്റില്ല, അതേക്കുറിച്ചല്ലേ പറയേണ്ടത് സമയമുള്ളൂ, താങ്കൾ Yes. അലമ്പാക്കല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ആ കണ്ടന്റ് വീണ്ടും ഉറപ്പിച്ചു ഞാൻ പറയട്ടെ, നിങ്ങളാണ് പറയാത്തത്. താങ്കൾ എത്ര വേണമെങ്കിലും ഇടപെട്ടോളൂ, എനിക്ക് അതിന് ഇത് ഇടപെടലൊന്നും അല്ല ജിൻഷാദ്. കോർ ഇഷ്യൂവിനെ കുറിച്ച് ജിൻഷാദിനെ പോലൊരു ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവ് മിണ്ടിയിട്ടേ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശരത്തെ ചുരുക്കി പറയാം. Okay. എന്തായാലും നിങ്ങളിപ്പോ ഈ 7 വർഷം പറയാത്ത കേന്ദ്ര വിഹിതത്തിന്റെ കാര്യം ഈ പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായി നിങ്ങൾ പറയുമ്പോ, ഈ കേരളത്തിൽ 7.5 വർഷമായി ഏതെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിലേക്ക് ഡിവൈഎഫ്ഐയുടെയോ CPM-ന്റെയോ LDF-ന്റെയോ ഒരു സമരം നടന്നതായിട്ട് കാണിച്ചു തരാമോ? നേരെ ചൊവ്വിന് ഒരു സമരം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പിന്നെ നിങ്ങൾ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കണക്കുകൾ നിരത്തുന്നേ. ഞാൻ പറയട്ടെ, കൈരളി കണക്കുകൾ നിരത്തി ഒന്ന് വാദിക്കുക ഈ വിഷയം. കാരണം 2016 മുതൽ 2023 ഡിസംബർ വരെ ഏത് വകുപ്പിൽ എന്തൊക്കെ കിട്ടാനുണ്ട്, എത്ര കിട്ടി, എത്ര ചെലവാക്കി, കൈകാട്ടി പോകാൻ കഴിയില്ല. സുപ്രീം കോടതിയിൽ ഹർജിയുണ്ട്. നിർമ്മല സീതാരാമൻ പറഞ്ഞത് എന്താ? സുപ്രീം കോടതിയിൽ ഹർജി കിടക്കാണ്. നിർമ്മല സീതാരാമൻ പറയുന്നത് എന്താ? നിങ്ങളത് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ വ്യക്തമായല്ലോ സുഹൃത്തെ. ശരി, നിർമ്മല സീതാരാമൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായി കണക്ക് കാണിക്കുന്നില്ല, സർക്കാർ കണക്ക് കാണിക്കാത്തതുകൊണ്ട് പൈസ കൊടുക്കാൻ പറ്റില്ല. അവർ പറയുന്നു നിങ്ങൾക്ക് 4000 കോടി 14,000 കോടി ഉണ്ടെങ്കിൽ അതിൽ 13,000 കോടി കഴിഞ്ഞു എന്നാണോ നിർമ്മല സീതാരാമൻ പറയുന്നതാണ് താങ്കൾക്ക് വിശ്വാസം? കേരള സർക്കാർ കണക്കുകൾ നിർത്തു. അത് വിശ്വസിക്കുകയാണോ? കേരള സർക്കാർ കണക്കില്ല. കേരള സർക്കാർ ഈ നിർമ്മല സീതാറാം പറഞ്ഞ വാക്കുകളെ ഖണ്ഡിക്കുന്നേ. കണക്കുകൾ നിർത്തി ഖണ്ഡിക്കുക. അത് നാണിപ്പിക്കണം നമുക്ക്. ഞാനും കൈയടിക്കാം നിങ്ങളുടെ കൂടെ കൂടി. അതല്ല ഹീറോയിസം. ഒരു മിനിറ്റ്, ജിൻഷാദിന് ഇപ്പൊ കൈയടിക്കേണ്ടി വരുമോ? താങ്കൾ മറുപടി പറഞ്ഞാൽ ജിൻഷാദിന് ഞാനൊന്ന് പറയട്ടെ. ഒരു മിനിറ്റ് അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. താങ്കൾ എന്റെ ഇടയ്ക്കരുത്. ശ്രീ നൗഷാദ് എം.എൽ.എ, ഒരു മിനിറ്റ് പൂർത്തിയാക്കും. ഒരു മിനിറ്റും കൂടെ ഉള്ളൂ. അല്ല, ഒറ്റ മിനിറ്റ്. 30 സെക്കൻഡ്. ഞാൻ പിന്നെ ഒരു കാര്യം, അദ്ദേഹം ഈ നൗഷാദ് എം.എൽ.എ വിശാലമായിട്ടൊക്കെ ഈ ജനകേരള സദസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ നൗഷാദ് എം.എൽ.എയുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയുകയാണ്. 4416 കോടി രൂപ സപ്ലൈകോക്ക് കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങളുടെ മന്ത്രിസഭയിലെ CPI-യുടെ നേതാക്കളും മന്ത്രിയും ഉൾപ്പെടെ ഇടഞ്ഞ കാര്യം പത്രത്തിൽ വാർത്ത വന്നതാണ്. പിന്നെ കേരളത്തിലെ പാവപ്പെട്ടവർ 66 ലക്ഷം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് സബ്സിഡി നിർത്തിവച്ചിരിക്കുകയാണ് കേരള സർക്കാർ. അല്ല, നേരത്തെ സിവിൽ സപ്ലൈസ് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ചർച്ച അവസാനിപ്പിക്കണം. ആവർത്തനം പാടില്ലാത്തതുകൊണ്ടാണ്. സബ്സിഡി എല്ലാം ശരി മുമ്പും പറഞ്ഞുകൊണ്ടാണ്. പിന്നെയും ആവർത്തിച്ചിട്ട് കാര്യമില്ല. തന്നെ ഇതെല്ലാം കേട്ടു. കാരണം ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരക്ഷരം മിണ്ടാൻ നിമിഷാദ് തയ്യാറായില്ല എന്നുള്ളതാണ് കാണേണ്ടത്. ഒരൊറ്റ അക്ഷരം മിണ്ടാൻ ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ. പിന്നെ എന്തിനാണ് പ്രതാപൻ അവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് എന്നതിന്റെ മറുപടി നിമിഷാദ് പറഞ്ഞാൽ മാത്രം മതി. ഇവിടെ ഗവർണറുടെ നിലപാടിനെതിരായി കുഞ്ഞാലിക്കുട്ടി പരസ്യമായി പ്രതികരിച്ചു. പക്ഷെ നിങ്ങളെ കോൺഗ്രസ് നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും മിണ്ടിയിട്ടേയില്ല. അതുപോലെ RSSന്റെ വോട്ട് കൊണ്ടാണ് ഞാൻ ജയിച്ചത് എന്ന് പരസ്യമായി പറഞ്ഞ ആളാണല്ലോ നിങ്ങളുടെ KPCC പ്രസിഡന്റ്. RSSന്റെ ശാഖ നടത്താൻ സംരക്ഷണം കൊടുത്തയാളാണ് ഞാനെന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് നിങ്ങളുടെ KPCC പ്രസിഡന്റ്. ആ KPCC പ്രസിഡന്റിനെ വെച്ചിട്ട് നിങ്ങൾ കേന്ദ്രത്തിനെതിരെ ഒന്നും ചെയ്യില്ല, ഒന്നും പറയില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നവകേരള സദസ്സിൽ പങ്കെടുത്തത് ശരത്തെ ഒരു കാര്യം കൂടെ, ഈ സാമുദായിക നേതാക്കന്മാർ മാത്രമല്ല, കശുവണ്ടി തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, കോളേജ് യൂണിയൻ ഭാരവാഹികൾ,
കുടുംബശ്രീ ഭാരവാഹികൾ സമസ്ത മേഖലയിലും ഉള്ളവർ ശരി. അതിൽ പങ്കെടുത്തു. ഓക്കെ ഞാൻ നമ്മുടെ കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് ഓക്കെ ശരി, ഞാൻ അവിടെ ഇടപെടുന്നത് നമ്മുടെ സമയം കൊണ്ടാണ്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളുടെ അവസാന വാചകം താങ്കളുടെ ഭാഗത്ത് നിന്ന്, അതായത് വസ്തുതകളെ കുറെ കൂടി ചർച്ചകളിലേക്ക് കൊണ്ടുവന്നാൽ അത് ചർച്ചയ്ക്കും കേൾക്കുന്നവർക്കും ഗുണകരമാകും എന്നൊരു പൊതു തോന്നൽ താങ്കൾക്കുണ്ട്. ഞാനൊരു ഒറ്റ വാചകമേ ആവർത്തിക്കുന്നുള്ളൂ ശരത്തെ. രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കാനുള്ള, ജനങ്ങളോട് സംസാരിക്കാനുള്ള, ജനങ്ങളോട് സംവദിക്കാനുള്ള സാധ്യതകൾ ഉപയോഗിക്കുക തന്നെ വേണം. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെയധികം ശ്രീ നൗഷാദ് MLA, ശ്രീ ജിൻഷാദ്, ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളുമായി സഹകരിച്ചതിന് നമുക്ക്